സുചേട്ടാ നമസ്കാരം. നമസ്കാരം. സുചേട്ടാ, ബംഗ്ലാദേശിൽ ഭരണം അത്ര സുഗമമായിട്ടല്ല മുന്നോട്ട് പോകുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് വലിയ പ്രതിസന്ധിയിലാണ്. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും ഡീപ്പാണ് ബംഗ്ലാദേശിലെ പ്രതിസന്ധി എന്ന് പറയുന്നത്. അവിടെ കഴിഞ്ഞ ദിവസം ചിറ്റഗോങ്ങിൽ ഒരു വലിയൊരു പ്രൊട്ടസ്റ്റ്, പതിനായിരക്കണക്കിന് ആൾക്കാർ തെരുവിലിറങ്ങി നടത്തിയ ഒരു പ്രൊട്ടസ്റ്റാണ് കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായത്. ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്ന ആൾക്കാർ, ഇതാണ് അതിന്റെ വിഷ്വൽ. ഈ പ്രൊട്ടസ്റ്റ് അവർ തെരുവിലിറങ്ങി വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുന്നു, വലിയ രീതിയിൽ തെരുവ് കൈയടക്കുന്നു. അപ്പൊ ഇത് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ദേ ആർ ഡിമാൻഡിങ് ഷെയ്ഖ് ഹസീനാസ് റിട്ടേൺ എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഷെയ്ഖ് ഹസീനെ തിരികെ കൊണ്ടുവരണം, ഷെയ്ഖ് ഹസീന തിരികെ വരണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് അവിടെ ഒരു പ്രൊട്ടസ്റ്റ് പൊട്ടിപ്പുറപ്പെടുക? പുതിയൊരു ഭരണം വന്നു, മുഖ്യോപദേഷ്ടാവായിട്ടുള്ള യൂനസിനെ തിരഞ്ഞെടുപ്പിലൂടെ മാറ്റി പുതിയൊരു ഭരണാധികാരി താരിഖ് റഹ്മാൻ അവിടുത്തെ പുതിയ പ്രധാനമന്ത്രിയായി. അപ്പൊ ഇപ്പോൾ ഷെയ്ഖ് ഹസീനെ തിരികെ കൊണ്ടുവരണം എന്നുള്ളതിന്റെ ഒരു ചേതോവികാരം ഇവർക്ക് എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ട്സ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതിന്റെ പിന്നിൽ ഇന്ത്യയുടെ കൈകളുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ റിപ്പോർട്ട്സ് വായിക്കുമ്പോൾ, ബംഗ്ലാദേശിലെ റിപ്പോർട്ട്സ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ബംഗ്ലാദേശ് തകർന്നു എന്നുള്ളതാണ്. ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിന് കീഴിൽ വളരെ സുഗമമായി പോരുന്ന ബംഗ്ലാദേശ് ഇപ്പോൾ അരാജകത്വം കീഴടക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടുത്തെ എക്കണോമി ക്രാഷ് ആയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇന്ററിം സെറ്റപ്പിൽ ഒരു വലിയൊരു സംശയം ഉണ്ടായിരിക്കുന്നു. മൂന്നാമത് അവർ ഫേസ് ചെയ്യുന്ന വലിയൊരു സാംക്രമിക രോഗമാണ് എന്നുള്ളതാണ്. അവിടെ മീസിൽസ് ഔട്ട്ബ്രേക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് വലിയ ഒരു മീസിൽസ് സാംക്രമിക രോഗം പടർന്നു പിടിക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെ 70,000 കേസുകളാണ്, ഇപ്പോൾ 1,00,000 കടന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം വരെ 70,000 കേസുകളാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത്. വ്യാപകമായി അവിടെ കുട്ടികൾ മരിച്ചു വീഴുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഷെയ്ഖ് ഹസീനയുടെ ഭരണം അവർ ഓർക്കുന്നു, ആ പ്രാധാന്യം മനസ്സിലാക്കിയാണ് അവർ തെരുവിലേക്ക് ഇറങ്ങിയത് എന്നാണ് പ്രധാനമായിട്ടും ബംഗ്ലാദേശി മാധ്യമങ്ങൾ പറയുന്നത്. അല്ല ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢതന്ത്രം ഒളിഞ്ഞിരിപ്പുണ്ടോ? എന്ത് തോന്നുന്നു? ഇത് ഈ സമീപകാലത്തൊക്കെ ഈ വിവിധ തരത്തിലുള്ള ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു സമയത്ത്, അതായത് കൃത്യമായി പറഞ്ഞ 2025 ഈ ജൻസി വിപ്ലവങ്ങളുടെ കാലമായിരുന്നു. നേപ്പാളില്, ബംഗ്ലാദേശില്, ശ്രീലങ്കയില് ഒക്കെ ജൻസി വിപ്ലവങ്ങളുടെ കാലമായിരുന്നു. ഇപ്പോൾ അത് റിട്ടേൺ അടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു റിവേഴ്സ് ഗിയറിലേക്ക് അത് പോയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇന്നലെ ഒരു വ്യത്യസ്തമായ ഒരു സംഭവം നമ്മുടെ ഡൽഹിയിൽ അരങ്ങേറുകയുണ്ടായി. നേപ്പാളിലെ പ്രധാനമന്ത്രി അദ്ദേഹം ഇന്ത്യയുടെ സ്ഥലങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വലിയ ഗീർവാണമൊക്കെ അടിച്ചതിന് ശേഷം ഇന്നലെ നമ്മൾ വൈകുന്നേരം കാണുന്ന ഒരു ദൃശ്യം, ഈ നേപ്പാളിലെ ഭരണകക്ഷിയുടെ പ്രസിഡന്റും ഭാര്യയും BJPയുടെ ദേശീയ ആസ്ഥാനത്ത് വരുന്നു. അവർക്ക് ഗംഭീരമായ ഒരു സ്വീകരണം നൽകുന്ന ഒരു കാഴ്ചയാണ്. അതായത് വലിയ താരപ്പൊലികളും വലിയ ചെണ്ടമേളങ്ങളും ഒക്കെ ആയിട്ട്. അപ്പം പറയുന്നത് അവരൊരു ഡിസ്കഷന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പൊ ഒരു ഭാഗത്ത് അവർ ചെയ്യുന്നു, ഇവിടെ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് അവർ വരികയും ചെയ്യുന്നു. അത് BJPയുടെ പാർട്ടി ഓഫീസർ, അല്ലാതെ ഒഫീഷ്യൽ ഡിസ്കഷൻ അല്ല. പിന്നെ വന്നതും ഒഫീഷ്യൽ ആൾക്കാരല്ല, അവിടുത്തെ ഭരണകക്ഷിയുടെ പ്രസിഡന്റാണ് വന്നത്. BJPയുടെ ആസ്ഥാനത്ത്, BJPയുടെ ഭരണകക്ഷിയുടെ, കാരണം അവിടുത്തെ ഒരു ഭരണകക്ഷിക്ക് വന്നിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ കഴിയില്ല, അത് പ്രോട്ടോകോൾ പ്രകാരം പറ്റില്ല. അപ്പൊ അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ. കാരണം ബംഗ്ലാദേശിന്റെ പോക്ക് അത്ര സുഖകരമല്ല എന്നുള്ളത് പുതിയ ഭരണാധികാരി വന്നപ്പോഴും അത് തെളിയിച്ചു. താരിഖ് റഹ്മാൻ വന്നപ്പോൾ എല്ലാവരും കരുതിയത് എല്ലാം ഒന്ന് മാറിമറിയും, കാരണം അദ്ദേഹം ഈ ലണ്ടനിലുമൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്, അപ്പൊ കുറച്ചുകൂടെ കാര്യഗൗരവമായി മുമ്പോട്ട് പോകും എന്ന് പറയുമ്പോഴും അവിടെ കാര്യങ്ങളൊന്നും സ്മൂത്ത് ആയിട്ടല്ല പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ബംഗ്ലാദേശികളുടെ കയ്യിൽ നിന്ന് പോയിട്ട് തന്നെ കാലങ്ങളേറെ അമേരിക്കയും ചൈനയും ഇന്ത്യയും ഒക്കെ ഇടപെടുന്ന ഒരു രാജ്യമായിട്ട് അത് മാറി, അവരുടെ നിയന്ത്രണത്തിൽ ചലിക്കുന്ന ഒരു രാജ്യമായിട്ട് അത് മാറിയോ എന്ന് സംശയമുണ്ട്. ഇവിടെ നമ്മൾ മുമ്പ് പറഞ്ഞത്, അതായത് ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് നമ്മൾ പറഞ്ഞൊരു കാര്യം കൂടി ഇവിടെ പ്രസക്തമാകുകയാണ്. മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു പട്ടാള ഭരണം വരാനുള്ള സാധ്യത കൂടുതലാണ് ബംഗ്ലാദേശിൽ, കാരണം പട്ടാളം ഭരണം പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കാരണം പട്ടാളത്തിന്റെ അണ്ടറിൽ, അവരുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അണ്ടറിൽ ഒരു ഭരണകൂടം, ഇപ്പൊ ഇറാനിൽ സംഭവിച്ചതുപോലെ പാകിസ്ഥാനിൽ ഉള്ളതുപോലെ ബംഗ്ലാദേശിൽ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്. ഇപ്പോൾ എന്താണ് ഈ ഒരു പുതിയ മൂവ്മെന്റിന് കാരണമെന്ന് പറഞ്ഞാൽ, ഈ താരിഖ് റഹ്മാൻ വന്നതിന് ശേഷവും കാര്യങ്ങളിൽ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. കാരണം ഇദ്ദേഹത്തിനെതിരെ അവിടെ വേറൊരു പ്രക്ഷോഭം നേരത്തെ തന്നെ രൂപപ്പെടുന്നുണ്ടായിരുന്നു. അതായത് ഷെയ്ഖ് ഹസീനെ പുറത്താക്കാനായി തെരുവിലിറങ്ങിയ യുവാക്കളുടെ സംഘടനകളെല്ലാം തന്നെ ഇപ്പോൾ ഇങ്ങേർക്കെതിരെയും തെരുവിലിറങ്ങുകയാണ്. പുതിയൊരു ആവശ്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞത് ഇവരെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് അവര് പറഞ്ഞൊരു ഡിമാൻഡ്. അത് പുതിയ ഡിമാൻഡാണ്, അതല്ലായിരുന്നു അവരുടെ പ്രക്ഷോഭം തുടങ്ങുമ്പോൾ. അവർ പറഞ്ഞത് താരിഖ് റഹ്മാൻ വന്നതിന് ശേഷം ഇതെല്ലാം മാറി മറിഞ്ഞു. കാരണം ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം നടത്തിയവർക്കൊന്നും ഇപ്പോൾ വലിയ സ്കോപ്പ് ഇല്ല അവിടെ, അവരെയൊക്കെ എടുത്ത് കളഞ്ഞിരിക്കുന്നു, പല അധികാരികളെ പറ്റി ഇന്ന് എടുത്ത് കളഞ്ഞിരിക്കുന്നു, അവരുടെ ഡിമാൻഡുകളൊന്നും അംഗീകരിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ പ്രക്ഷോഭം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു, തൊഴിലാളികളുടെ പ്രക്ഷോഭം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവരിപ്പോൾ പുതിയ
ഒരു ഡിമാൻഡുമായിട്ട് അവർ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് അവിടുന്ന് നിഷ്കാസിതയായിട്ടുള്ള അവരുടെ ഭരണാധികാരിയെ തിരിച്ചു കൊണ്ടുവരണം എന്നൊരു പുതിയ ഡിമാൻഡ് അവർ വെക്കുന്നു. ഇതോടുകൂടി തന്നെ ഇത് ഇവിടെ നമുക്ക് ചേർത്ത് വായിക്കപ്പെടേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് പക്ഷെ യാദൃശികമായിരിക്കാം എന്ന് നമുക്ക് കരുതാം. വെസ്റ്റ് ബംഗാളിൽ നിന്ന് ശ്രീമതി മമതാ ബാനർജി പുറത്തായി. ഇലക്ഷൻ വന്നു, റിസൾട്ട് വന്നപ്പോൾ മമതാ ബാനർജി തീർന്നു, അവരുടെ പാർട്ടി തീർന്നു, അവർ അധികാരത്തിൽ നിന്ന് പുറത്തായപ്പോൾ ബംഗ്ലാദേശിൽ ഉടനീളം പടുകൂറ്റം പ്രകടനമാണ് നടന്നത്. അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ 17 കോടി മുസ്ലിങ്ങൾ ബംഗ്ലാദേശികൾ ഞങ്ങൾ മമതയ്ക്ക് പിന്നിലാണ്, മമതയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ പറയുന്നുണ്ട്, ദീദി തിരിച്ചു വരും, അന്ന് ഞങ്ങളും വരും എന്ന് പറയുന്നുണ്ട്. അവിടെയാണ് ഷേഖ് ഹസീനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടൊരു മൂവ്മെന്റ് അവിടെ നടക്കുന്നത്. ഇത് ഒരു ആദ്യ സംഭവമാണ്, ബംഗ്ലാദേശിനെ സംബന്ധിച്ച് വലിയ സംഭവം തന്നെയാണ്, ആദ്യ സംഭവമാണ്. കഴിഞ്ഞ 2 വർഷക്കാലം 2024, 2025 ഒന്നും നമ്മൾ ഈ മുദ്രാവാക്യം കേട്ടിട്ടില്ല, ഈ ഒരു കാര്യം കേട്ടിട്ടില്ല. അവരെ കൊല്ലണം, തിന്നണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് അവരെ തിരികെ കൊണ്ടുവരണം എന്നുള്ള ഒരു ആ ഒരു മൂവ്മെന്റ്. കാരണം ഇന്ത്യയുമായി ഏറ്റവും അടുത്ത് നിന്ന ബംഗ്ലാദേശിന്റെ ഒരു ഭരണാധികാരി ഈ പറയുന്ന ഷേഖ് ഹസീന മാത്രമാണ്. ഇപ്പോൾ ഒരിക്കലും താരിഖ് അൻവറിന്റെ അമ്മ ബീഗം ഖാലിദാസിയും നമ്മളുമായിട്ടും അത്ര ടൈംസ് അല്ലായിരുന്നു, ഈ ഭരണകൂടവുമായിട്ട് ഒരിക്കലും ഒരു ടൈംസ് അല്ലായിരുന്നു എന്നുള്ളതാണ്. ആകെ ടൈംസ് ആയിട്ടുള്ളത് ഈ ഷേഖ് ഹസീന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം, സത്യസന്ധമായ കാര്യം അത് തന്നെയാണ്. അപ്പൊ അവരെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നത്, കാരണം അവരുടെ സമയത്ത് ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡെവലപ്മെന്റ് ബംഗ്ലാദേശിനുണ്ടായിരുന്നു. അതിനൊരു പ്രധാന കാരണം ഇന്ത്യയായിട്ട് അവർ നല്ല ടൈംസ് ആയിരുന്നു. അപ്പോ ഈ അവരുള്ള സമയത്ത് കൽക്കരി ആയാലും വൈദ്യുതി ആയാലും ഒക്കെ അവിടുന്ന് അവരുള്ള സമയത്ത് തന്നെയാണ് ഈ ഗംഗാനദി ജല കരാർ രൂപപ്പെടുന്നത്. അവരുടെ കാലത്ത് ഈ ഗംഗാനദി ജല കരാറ് പങ്കിടുന്നതുമായി ഒരു രൂപരേഖ തയ്യാറായിരുന്നു. ഇത് പുതുക്കണമല്ലോ, കാലാവധി തീരുകയാണ് ഈ വർഷം. അപ്പൊ അത് പുതുക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നിരുന്നു ഡൽഹിയിൽ. അവർ പോയതോടുകൂടി തന്നെ ബംഗ്ലാദേശിന്റെ ഈ മുമ്പോട്ടുള്ള എല്ലാ വഴികളും അടഞ്ഞു. അവരെ സംബന്ധിച്ച് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന്, അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ചണ ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രം തന്നെയാണ് ഈ പറയുന്ന ബംഗ്ലാദേശ്, തുണി ഉൽപ്പന്നങ്ങളുടെ. ഇവർക്കിത് കയറി പോകാൻ വഴിയില്ല. ഇന്ത്യ തുറമുഖങ്ങൾ അനുവദിച്ചിട്ടില്ല, റോഡ് അനുവദിച്ചിട്ടില്ല, റെയിൽവേ ഒന്നും അനുവദിക്കുന്നില്ല. അപ്പൊ ഇവർക്ക് ഇത് ചുറ്റിത്തിരിച്ച് കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ അവിടുത്തെ വ്യവസായം തകർന്നു. ഒന്ന്. രണ്ടാമത്, പരുത്തി നൂലുകളും മറ്റുമൊക്കെ ഇന്ത്യയിൽ ധാരാളമായി കയറ്റി അയക്കപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോഴത് ഇല്ല എന്നുള്ളത് പറയാം. ഫാർമസ്യൂട്ടിക്കൽ രംഗമാണെങ്കിൽ ഇന്ത്യൻ കമ്പനികൾ ഇപ്പം മെഡിസിൻ അവർക്ക് കൊടുക്കുന്നില്ല. അത് അവർ കൊടുക്കാത്തതിന് കാരണം വെച്ചാൽ ഇന്ത്യയുമായിട്ടുള്ള വൈരാഗ്യം മാത്രമല്ല, അവർക്ക് പൈസ കിട്ടാറുണ്ട്, കൊടുക്കുന്നില്ല. അദാനി പവർ ഗ്രിഡ് ആണെങ്കിൽ ഇവരുടെ വൈദ്യുതി പകുതി കൊണ്ട് വെട്ടിക്കുറച്ചിട്ടുണ്ട്, അവർക്കും പൈസ കിട്ടാറുണ്ട്. എല്ലാവർക്കും പൈസ കിട്ടാനുള്ളവർ തന്നെയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പൊ പഴയ കണക്ക് സുഗമമായി അത് പോകുന്നില്ല. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് വേണ്ട കൽക്കരി റേഷനൊക്കെ ഇപ്പോഴും അത്യാവശ്യ ഘട്ടങ്ങൾ ഇന്ത്യയാണ് കൊടുക്കുന്നത്, പഴയ കണക്ക് സുഗമമായി ഒന്നും. കാരണം ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അവർക്ക് ചൈനയോ പാകിസ്ഥാനോ ആരിവരെ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞാലും ഇവർക്ക് ഇവരുടെ കച്ചവടങ്ങളും മറ്റുള്ള കാര്യങ്ങളും ദൈനംദിന കാര്യങ്ങളും നടന്നു പോകണമെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തോട് കൂടി തന്നെ വേണം ഇവർക്ക് മൂവ് ചെയ്യാൻ. മ്യാൻമാറിലാണെങ്കിലും ഭൂട്ടാനാണെങ്കിലും നേപ്പാളിലാണെങ്കിലും മറ്റുള്ളവരിലാണെങ്കിലും ഒക്കെ ഇവരുടെ ഷിപ്മെന്റുകൾ മുഴുവൻ നടന്നത് ഇന്ത്യ എന്നല്ലേ. ഇവർക്ക് ഷിപ്മെന്റ് ഇപ്പൊ എവിടെ നിന്ന് ചുറ്റിത്തിരിഞ്ഞു പോകണം, അത്രയും ഒരു റിസ്ക് എടുക്കാൻ അവർക്ക് കഴിയില്ല. അപ്പം ഇതൊന്നും ഇവിടെ നടക്കാതെ, പിന്നെ ഇന്ത്യയെ പോലൊരു വലിയ വിപണി അവർക്ക് നഷ്ടമായിട്ടുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ വൻകിട കച്ചവടക്കാര്, ചെറുകിട കച്ചവടം, നമുക്കറിയാം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ബോർഡർ ക്ലോസ് ചെയ്ത സമയത്ത്, നമ്മളല്ല ക്ലോസ് ചെയ്ത്, പാകിസ്ഥാനാണ് ക്ലോസ് ചെയ്ത സമയത്ത് ഏതാണ്ട് 50,000-ഓളം ചെറുകിട വ്യാപാരികളാണ് വലിയ സമരം പാകിസ്ഥാൻ നടത്തിയത്. കാരണം അവരുടെ ഉരുളൻകിഴങ്ങ്, ഉപ്പ്, അതൊക്കെ തന്നെ ഈ ചെറിയ ചെറിയ സാധനങ്ങൾ അതിർത്തിയിൽ കൂടെ, അവർ ഭാഗ അതിർത്തിയിൽ കൂടെ ഒക്കെ അവിടെ വന്നിട്ട് നമ്മുടെ ഈ ചെറുകിട മാർക്കറ്റിൽ വിറ്റഴിക്കുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്, ഉള്ളി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത് അവർക്ക് കച്ചവടം ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ അവർ വലിയ പ്രതിസന്ധിയിലായി. അപ്പം അവരൊരു പ്രതിസന്ധിയിൽ, ഇനി അടുത്തൊരു പ്രതിസന്ധി വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ നദീജലം പങ്കിടുന്നതുമായിട്ടൊരു വലിയ ക്ലാഷിലേക്ക് പോവുകയാണെങ്കിൽ വെള്ളം കിട്ടാത്ത അവസ്ഥ വരും. ഇനി വരൾച്ചയുടെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ നിൽക്കുന്നു. പിന്നെ യുദ്ധം കൊടുമ്പിരി കൊണ്ടു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾക്ക് ഒരു ക്രൈസിസ്, എല്ലാവർക്കും ക്രൈസിസ് ഉണ്ടാവുമെങ്കിൽ ഈ ബംഗ്ലാദേശിനെ കണക്കുള്ള രാജ്യങ്ങൾ ആ ക്രൈസിസിൽ നിന്ന് ഇപ്പൊ തന്നെ ക്രൈസിസിലാണ് അവർ, അതിൽ നിന്ന് മുക്തി നേടുക വലിയ പ്രയാസകരമാണ്. ഒക്കെ ചൈന ഫണ്ട് ചെയ്യും, മറ്റുള്ള ഫണ്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ ഭരണാധികാരികളുടെ പോക്കറ്റിലേക്കാണല്ലോ ഇത് പോകുന്നത്. അതല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല. ജനങ്ങളെ സംബന്ധിച്ച് അവർ നിരാശാഭരിതരാണ്. അവരാണ് ഇപ്പോൾ ഈ തെരുവിലിറങ്ങിയിരിക്കുന്നവർ. ഷേഖ് ഹസീനെ കൊണ്ടുവരിക, ഷേഖ് ഹസീനയ്ക്ക് ഇന്റർനാഷണൽ തലത്തിൽ ഉണ്ടാകുന്ന ഒരു മുഖമുണ്ട്, ഒരു സമന്വയത്തിന്റെ മുഖമാണ് അവർക്കുള്ളത്. അതായത് എല്ലാവരുമായി നല്ല സ്നേഹബന്ധത്തിൽ പോവുകയും കിട്ടാവുന്നിടത്തുനിന്നൊക്കെ ഉള്ള സഹായങ്ങൾ വാങ്ങിച്ച് ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവന്ന് അതിനെ പരിപോഷിപ്പിക്കാൻ അവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ
പൊളിറ്റിക്കൽ ചിലപ്പോൾ ശരിയായിരിക്കും, ബീഗംഗാൽവാസിയുമായിട്ട് വലിയ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാകാം, അവർ കൊന്നൊടുക്കിയിട്ടുണ്ടാകാം അവരുടെ എതിരാളികളെയൊക്കെ. അതൊക്കെ അവരുടെ പൊളിറ്റിക്കലായിട്ട് അവരുടെ ഇന്റേണൽ പൊളിറ്റിക്കാണ്. ബംഗ്ലാദേശിന്റെ ഇന്റേണൽ പൊളിറ്റിക്സും അതുപോലെ ഈ പറയുന്ന ഇവരുടെ ഇന്റേണൽ പൊളിറ്റിക്സുമാണ്. പക്ഷേ ഇത് ഇവിടെ ഇന്റേണൽ പൊളിറ്റിക്സ് അല്ല ആ രാജ്യത്തിന് ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് ഇവരിപ്പോൾ എന്തുകൊണ്ട് തെരുവിലിറങ്ങി പറഞ്ഞാൽ ഇവർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് ഷേഖ് ഹസീന ആയിരുന്നു എങ്കിൽ ഇതുപോലെ ഒരു പലായനം ഉണ്ടാകുമായിരുന്നില്ല, കുറച്ചൊക്കെ ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്യുമായിരുന്നു എന്നൊരു തോന്നൽ അവർക്കുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ പ്രതിസന്ധിയിൽ ഷേഖ് ഹസീന ആയിരുന്നെങ്കിൽ ഇന്ത്യ കൈ അയച്ച് സഹായിക്കുമായിരുന്നു ഒരു ബോധ്യമുണ്ട്. ഇപ്പൊ സ്വാഭാവികമായി ലോജിക്കുള്ള ഒരു ജനം ചിന്തിക്കുന്നത് നമ്മളോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ അയൽക്കാരനെയാണോ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്, അതോ അങ്ങ് അകലക്കിടക്കുന്ന വേറൊരുത്തിനെയാണോ നമ്മൾ ചേർത്ത് പിടിക്കുന്നത്? കാരണം അയൽക്കാരനാണ് നമുക്ക് എപ്പോഴും നമ്മളെ ആപത്തിൽ സഹായിക്കുന്നത്. ഇത് തന്നെയാണ് അവിടുത്തെ ജനത്തിന്റെ പ്രശ്നം. ഇത് ജെൻസിയാണ്. ഇപ്പൊ ഈ ഒരു കലാപമല്ല, ഇത് വലിയ പ്രക്ഷോഭമാണ് ഇത് തുടങ്ങി വെച്ചിരിക്കുന്നത്. അവർക്ക് ഓൾറെഡി തന്നെ അനവധി പ്രശ്നങ്ങൾ ഈ സർക്കാരുമായിട്ടുണ്ട്. അവർ തെരുവിൽ തന്നെയായിരുന്നു, അവർ സമരം ചെയ്യും, റോഡുകൾ ബ്ലോക്ക് ചെയ്യും, റോഡുകൾ ഞങ്ങൾ കുത്തിയിരിക്കുന്നവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ അവർ പുതിയൊരു ഡിമാൻഡോടെ മുൻപോട്ട് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. മറ്റൊന്ന്, ഞാൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ പട്ടാളം വീണ്ടും അവിടെ കയറി പിടിക്കാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. കാരണം അവിടെ ഇപ്പോൾ ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് പ്രതികൂലമായിട്ട് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അന്ന് അവിടെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, അവർക്ക് അത്യാവശ്യം നല്ല സീറ്റ് അവർ പിടിച്ചിട്ടുണ്ട്. അവിടെ ഇന്ത്യൻ ബോർഡറിലുള്ള ബംഗ്ലാദേശി പ്രദേശത്തൊക്കെ അവർ അത്യാവശ്യം നല്ല സീറ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പൊ അവരും ഒരു ചാൻസ് നോക്കിയിരിക്കുകയാണ്, ഈ വിദ്യാർത്ഥി സംഘടനകൾ ഒരു ചാൻസ് നോക്കിയിരിക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു സ്ഥാനം, അതായത് ഈ ഇവരുടെ ആ കഴിഞ്ഞ 2 വർഷം എന്തായിരുന്നു അതിന്റെ നേരെ റിവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഇതിന് സമാനമായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നേപ്പാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേപ്പാളിൽ ഇപ്പോൾ അവർക്ക് പറയുന്നത് രാജഭരണം തിരിച്ചു കൊണ്ടുവരണം, രാജാവ് തിരിച്ചു വരണം, ബീരേന്ദ്ര സിംഗ് തിരിച്ചു വരണം എന്നുള്ള പ്രക്ഷോഭങ്ങൾ അവിടെ ചൂടുപിടിക്കുന്നു. അതായത് 2024-25 നമ്മൾ കണ്ടതിന്റെ ജ്ഞാനേന്ദ്ര സിംഗ് 2024-25 നമ്മൾ കണ്ടതിന്റെ നേരെ ഓപ്പോസിറ്റ് പിക്ചറുകളാണ് നമ്മൾ ഇവിടങ്ങളിലെല്ലാം കണ്ടുവരുന്നത്, നേപ്പാളിലായാലും. അപ്പൊ അതിനെ തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് അവിടുത്തെ ഇപ്പോഴത്തെ പുതിയ പ്രധാനമന്ത്രി കയറി ഇന്ത്യക്കെതിരെ പറയുക. കാരണം ഇന്ത്യ കണക്ക് വലിയ ശക്തമായ രാജ്യത്തിനെതിരെ പറയുമ്പോൾ കിട്ടുന്ന ഒരു മൈലേജ് ഭയങ്കരമായിരിക്കും. പക്ഷെ അവിടുത്തെ ജനത്തിന് നന്നായി അറിയാം അതിലൊന്നും ഒരു കഥയില്ല എന്നറിയാം. അപ്പം ഇങ്ങനെയുള്ള കുറെ പ്രതിസന്ധികളോട് പോകുന്നു. ഇതെന്തായാലും ഒരു വലിയ വാർത്തയാണ്. കാരണം ഇതിപ്പോ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മളെല്ലാം ഷേഖ് ഹസീനെ മറന്നിരുന്നവരാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഷേഖ് ഹസീനയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ തന്നെയല്ലേ തുടരുന്നത്? ഇന്ത്യയിൽ തന്നെ മരണം വരെ പാർപ്പിക്കാനുള്ള പരിപാടിയാണോ? മരണം വരെ പാർപ്പിക്കാൻ പറ്റില്ല. അത് ഇപ്പൊ ഇന്റർനാഷണൽ തലത്തിൽ നിന്നൊക്കെ ഉള്ള അതിന്റെ കോടതി വിധികളും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും ടൈം എടുക്കും. അതുവരെ ഷേഖ് ഹസീന ഉണ്ടാകുമെന്ന് നമുക്ക് അറിയത്തില്ല, നല്ല പ്രായമുണ്ട് അവർക്ക്. പക്ഷെ ഇപ്പം നിലവിൽ അവർ സേഫായിട്ട് ഇന്ത്യ തന്നെയാണ്. ഇന്ത്യക്ക് അത് വിട്ടുകൊടുക്കാൻ കഴിയില്ല. അത് ഇന്ത്യ പറയുന്നത് നമ്മൾ ബംഗ്ലാദേശോട്ട് കരാറുണ്ട്, പക്ഷെ അത് അതായത് നമ്മൾ കുറ്റവാളികളെ കൈമാറുന്ന പറഞ്ഞൊരു കരാറുണ്ട്. നമ്മുടെ ഈ ആൾക്കാർ ഇവിടുന്ന് കുറ്റകൃത്യം ചെയ്ത് ബംഗ്ലാദേശിൽ പോയി കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ തങ്ങുന്നവരെ നമുക്ക് ഇവിടെ കൈമാറണം എന്നൊരു നിയമമുണ്ട്. അവിടുന്ന് ഇവിടെ വന്നിട്ട് ചെയ്യുന്നവരെ നമ്മൾ അങ്ങോട്ടും തിരിച്ചു കൊടുക്കുന്നുണ്ട്, രണ്ടുമുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. അതായത് രാഷ്ട്രീയമായിട്ട് വരുന്നവരെ, അഭയം തേടി വരുന്നവരെ വേണമെങ്കിൽ കൊടുത്താൽ മതി, അങ്ങനെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. പക്ഷെ നമ്മുടെ ആരും ഇതുവരെ അവിടെ ബംഗ്ലാദേശിൽ രാഷ്ട്രീയ അഭയം തേടി പോയിട്ടില്ല. അപ്പം അവിടുന്ന് ഇങ്ങോട്ട് വന്ന ഒരാളാണ് രാഷ്ട്രീയ അഭയം തേടിയിട്ട് ഒരുപാട് രാജ്യങ്ങളിൽ പലരും പോകാറുണ്ട്. LTTE പ്രമുഖ നേതാക്കളൊക്കെ നോർവേയിലല്ലായിരുന്നു രാഷ്ട്രീയ അഭയം തേടി പോയിക്കൊണ്ടിരുന്നത്, UK അടക്കമുള്ളടത്ത് വെക്കാറുണ്ട്. അപ്പൊ അതൊരു മാനുഷിക പരിഗണന കൂടി അതിനുണ്ട്. ഇതിനകത്ത് ആർക്കും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല, പകരം ബംഗ്ലാദേശിന് ആവശ്യപ്പെടാൻ പറ്റും. അതുകൊണ്ടാണ് ബംഗ്ലാദേശ് ഇവർക്കെതിരെ ഒരു വലിയ കുറ്റപത്രം തയ്യാറാക്കി. എന്താണ് 200 പേരെ കൂട്ടക്കൊല ചെയ്തു, പിന്നെ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ക്രൈം ഒരു സ്റ്റോറി ഉണ്ടാക്കിയിട്ട് ഒരു ക്രിമിനൽ FIR അവിടെ രജിസ്റ്റർ ചെയ്ത് കോടതി കൊടുത്തു, അവരുടെ കോടതിയിൽ. അപ്പൊ സ്വാഭാവികമായി ക്രിമിനൽ ആണല്ലോ, ക്രിമിനലിനെ കൈമാറ്റം ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷെ ഇന്ത്യ പറയുന്നത് അങ്ങനെയല്ല, ഞങ്ങളൊരു മാനുഷിക പരിഗണനയാണ് കൊടുക്കുന്നത്. രാഷ്ട്രീയ കുറ്റവാളികളെ കൈമാറ്റം ചെയ്യാനായിട്ട് ആ വകുപ്പിൽ 6ാം ഷെഡ്യൂളിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്, ആ കരാറിൽ അത് ചെയ്യാൻ വകുപ്പില്ലെന്ന്. അതുകൊണ്ടാണ് നമ്മൾ നിലനിർത്തിയത്. വേറൊരു രാജ്യവും നമ്മളിത് ഫോഴ്സ് ചെയ്യുന്നില്ലല്ലോ ഇവരെ വിട്ടുകൊടുക്കാൻ പറഞ്ഞിട്ട്. ഇപ്പൊ ഈ കയറിയിരിക്കുന്ന താരിഖ് റഹ്മാൻ അതിട്ട് പറയുന്നുമില്ല, അദ്ദേഹം ഇപ്പൊ അത് പറയുന്നേ ഇല്ല വീട്ടുകാരണം എന്നുള്ളത്. കാരണം ഒരുപക്ഷെ നാളെ അദ്ദേഹത്തിന് അഭയം തേടാനുള്ള ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ്. നാളെ അവിടെ ഒരു പ്രക്ഷോഭം കൊടുപ്പുരി കൊള്ളുകയാണെങ്കിൽ ഈ താരിഖ് റഹ്മാനും വരാൻ പറ്റുന്ന ഏറ്റവും സേഫ് എളുപ്പമുള്ള സ്ഥലത്തേക്കായിരിക്കുമല്ലോ എപ്പോഴും നമ്മൾ എസ്കേപ്പ് ചെയ്യുന്നത്. അല്ല ദൂരെ കിടക്കുന്ന അമേരിക്കയിലേക്കോ ചൈനയിലേക്കോ പോകാൻ താല്പര്യപ്പെടത്തില്ല. അപ്പൊ ഏറ്റവും സേഫായിട്ട് എവിടെയാണോ കിടക്കുന്നത് അതുകൊണ്ടായിരിക്കും അദ്ദേഹം അത് പറയുന്നില്ല. ഇങ്ങനെ നിൽക്കുന്ന കുറെ സാഹചര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ തന്നെ അവർ തുടരുകയാണ്. അവരെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് നൂലാമാലകളുണ്ട്. ഇപ്പൊ അവിടുത്തെ ഒരു കോടതി പറഞ്ഞു, ഇല്ലെങ്കിൽ അവിടുത്തെ ഇതിന്റെ ഒരു ബദലായിട്ടാണ് ഇപ്പൊ നമ്മുടെ ഇസ്കോന്റെ സ്വാമിയെ അവിടെ അവർ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം ജയിലിലാണ്, അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിട്ടില്ല. അങ്ങനെ ചില ഇഷ്യൂസുകളുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം അത്ര സുഖകരമല്ല, പ്രത്യേകിച്ച് ഈ നദീജലം പങ്കിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, ഒപ്പം ഇപ്പൊ ഈ അതിർത്തി നടക്കുന്ന പലായനവുമായി ബന്ധപ്പെട്ട് ഒക്കെ രണ്ടിടത്തും പുകയുന്നുണ്ട്. പക്ഷെ ബംഗാളിലെ ബഹുഭൂരിപക്ഷം ജനവും കരുതുന്നത് ഇന്ത്യയുമായിട്ട് സംഘർഷത്തിനല്ല വേണ്ടത്, സമന്വയത്തിന്റെ പാതയിലാണ് വേണ്ടത് എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ അവിടുത്തെ ജൻസികളും അത് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. ഇവരെ കൊണ്ടുവരാൻ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരാകുമ്പോഴത്തേക്കും
കുറച്ചുകൂടെ സൗമ്യമായൊരു മുഖമാണ് എല്ലാവരുമായിട്ട്, പ്രത്യേകിച്ച് ഇന്ത്യയുമായി നല്ലൊരു ബന്ധത്തിലായിരുന്നു അവര്. കാരണം ഈ ഇന്ത്യയെ പിണക്കിക്കൊണ്ട് ഇവർക്ക് പോകാനേ കഴിയില്ല. ഇവർ പാകിസ്ഥാനെ കൊണ്ടിരുന്നതല്ല, അതൊക്കെ ശരിയാണ്, ഇവർക്കെല്ലാം സഹായം അവർ ചെയ്തു കൊടുത്തെങ്കിൽ തന്നെ പാകിസ്ഥാൻ അവിടെ വരുമായിരിക്കും, ഇവരെ പരിശീലിപ്പിക്കുമായിരിക്കും, ബോംബ് പൊട്ടിക്കുമായിരിക്കും. അടിമേടിക്കേണ്ടത് ബംഗ്ലാദേശികളാണ്, ഇന്ത്യയുടെ കയ്യിൽ നിന്ന് മേടിക്കേണ്ട ബംഗ്ലാദേശികളാണ്. നാളെ ഒരു പ്രതിസന്ധി ഉണ്ടായാലും ബംഗ്ലാദേശിനെ സഹായിക്കാൻ ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യം ഇന്ത്യ മാത്രമാണ്. അതായത് പവർ ഗ്രിഡിന്റെ കാര്യത്തിലായാലും, ഓയിലിന്റെ കാര്യത്തിലായാലും, ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിലായാലും ഒക്കെ. ഇതാണ് അവിടുത്തെ ഒരു പ്രക്ഷോഭത്തിന്റെ ഒരു വലിയ കാര്യം. പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ട് ഇങ്ങനെ ക്ലാഷായി നിൽക്കുമ്പോഴത്തേനും ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് വ്യവസായികൾ അവിടെ പോയിട്ട് അവിടുന്ന് ഒരുപാട് വസ്തുവകൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് കച്ചവടം ചെയ്യാനൊക്കെ. അതൊക്കെ ഇപ്പൊ നിന്നിരിക്കുന്നു. ഒപ്പം തന്നെ ബംഗ്ലാദേശിലേക്ക് എത്തുന്ന ഇന്ത്യക്കാർ, ടൂറിസ്റ്റുകളായിട്ട് എത്തുന്ന പോലും ഇന്ത്യക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നു. പിന്നെ ബംഗ്ലാദേശിന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം ഏതാണ്ട് 2 കോടിക്കടുത്തുള്ള ബംഗ്ലാദേശികൾ ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്യേണ്ട ഒരു സ്ഥിതി വന്നിരിക്കുന്നത്. കാരണം അവരിവിടെ പണിയെടുക്കുമ്പോഴും അവരുടെ പണം എവിടെയാണ് ചെല്ലുന്നത്? ബംഗ്ലാദേശിലാണ് ചെല്ലുന്നത്. അവരുടെ കുടുംബം അവിടെ കഴിയുന്നു എന്ന് മാത്രമല്ല, ബംഗ്ലാദേശ് സർക്കാർ ഇപ്പൊ നമ്മുടെ പ്രവാസികൾ പുറം രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്നുള്ള പണം ഇന്ത്യക്കാണ് മുതൽക്കൂട്ടാകുന്നത്, നമ്മുടെ രാജ്യത്തിനാണ് മുതൽക്കൂട്ടാകുന്നത് എന്ന് പറഞ്ഞതൊക്കെ ഇവരുടെ മുതൽക്കൂട്ടാകും. അവരുടെ ഒരു ഗൾഫ് തന്നെയായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള കുറെ പ്രതിസന്ധി ഉണ്ട്. ഇത് രൂക്ഷമാവുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഒരുപക്ഷെ അത് ഏത് രീതിയിൽ പോകും എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രക്ഷോഭകാരികൾ പറയുന്ന അനുസരിച്ചിട്ട് ഇവരെ വിട്ടുകൊടുക്കാൻ ഇന്ത്യ ഒരിക്കലും തയ്യാറായില്ല. അതായത് ഇവരുടെ ഒരു ഡിമാൻഡ് മാത്രമല്ല, പ്രക്ഷോഭകാരികളുടെ ഒരു ഡിമാൻഡ് മാത്രമാണ്. ഇനി ഇതിന്റെ സ്ഥിതിഗതികൾ നമ്മൾ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇവിടെ സംഭവം ഇന്ത്യൻ അതിർത്തിയിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ച ബംഗ്ലാദേശിന് മറ്റൊരു രൂപത്തിൽ ബംഗ്ലാദേശിൽ ആരൊക്കെയോ പണി കൊടുക്കുന്നു. ഇന്ത്യ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, നമുക്ക് അറിയില്ലല്ലോ. അതേ രൂപത്തിൽ പണി കൊടുക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം മമതയെ തിരിച്ചുകൊണ്ടുവരണമെന്ന് പ്രക്ഷോഭം നടത്തിയപ്പോൾ അതിന്റെ നാണയത്തിൽ അതേ രീതിയിൽ അപ്പുറത്ത് തിരിച്ചടി നടക്കുന്നു. അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശിന്റെ ക്രമസമാധാന പ്രശ്നത്തിൽ ശ്രദ്ധ ഊന്നി നിൽക്കേണ്ട ഒരു സമയമാണ്. മറ്റൊന്നിലും അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഇത് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിക്കുന്നത്. പാകിസ്ഥാനിലെ അജ്ഞാതരുടെ വിളയാട്ടമാണെങ്കിൽ ഇവിടെ മറ്റൊരു ഡീപ് സ്റ്റേറ്റ് ആണ്. ഇവിടെ ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റൂ ഇന്ത്യ ഒരു ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറി എന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ട് എങ്കിൽ ഇതിലൊരു ഡീപ് സ്റ്റേറ്റ് പോലെ പ്രവർത്തിക്കുന്നു, കഴിഞ്ഞ കുറെ കാലമായി പ്രവർത്തിക്കുന്നുണ്ട്, ഡീപ് സ്റ്റേറ്റ് പോലെ പ്രവർത്തിക്കുന്നു എന്ന് പറയുകയാണ് എങ്കിൽ അതിനെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. തെളിവുകളൊന്നുമില്ല, നമുക്ക് പറയാനും കഴിയും. നമ്മൾ ഒഫീഷ്യലായിട്ട് ആരും പറയില്ലല്ലോ ഇതൊക്കെ. അപ്പം അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. അതിനേക്കാളും എനിക്ക് വളരെ ഇതായിട്ട് തോന്നിയ ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നടന്നൊരു മൂവ്മെന്റ് ഉണ്ട്. അതിലൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്ക പാകിസ്ഥാനിൽ വലിയ താവളം ഉറപ്പിക്കാൻ ശ്രമം നടക്കുമ്പോൾ ആ സെയിം സമയത്ത് തന്നെ അഫ്ഗാനിസ്ഥാനിൽ റഷ്യ ഇതിന്റെ പിന്നിൽ ഇന്ത്യയാണെന്നാണ് ചില ഇന്റർനാഷണൽ മാധ്യമങ്ങൾ പറയുന്നത്. അതായത് റഷ്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ലിങ്ക് ചെയ്യിച്ചത് ഇന്ത്യയാണ് എന്നുള്ളത്. കാരണം റഷ്യ മുമ്പ് അഫ്ഗാനിസ്ഥാൻ ഉണ്ടായിരുന്നതാണ്, അവരവിടുന്ന് പലായനം ചെയ്തതാണ്. അന്ന് അവർക്കെതിരെ താലിബാൻ ഉണ്ടായിരുന്നു, അവരെ ഓടിക്കാനൊക്കെ നിന്നിരുന്നത്. ഇന്നിപ്പോ അവർ തമ്മിൽ ടൈപ്പായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇന്ത്യയാണെന്നാണ് പറയുന്നത്. ഇതേ സമയം തന്നെ ഇന്ത്യ മ്യാൻമാറുമായിട്ടും ഒരു കരാറ് വെക്കുകയും അവിടെ ഒരു വമ്പൻ ഓപ്പറേഷന് സാധ്യത നേടുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു വലിയ കളി ഇതിനകത്തുള്ളത്. അതിന് നിമിഷം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്സും ഒപ്പം തന്നെ ഇതുപോലുള്ള ഗെയിമുകളുമാണ് നമുക്ക് കാണാൻ, സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്.